ഉണ്ട് നമ്മുടെ സാധനം വന്നത്. ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മളിത് ഇന്നും ചൂണ്ടയിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വള്ളത്തേലാണ് പോകുന്നത്. കാരണം സൈഡിലൊക്കെ അപ്പോൾ പോളയും കമ്പും കോലും അങ്ങനെ ചൂണ്ട കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വള്ളത്തെ പയ്യെ പോയി ശകലം അങ്ങോട്ട് ഈ കമ്പും പോളയൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി അവിടെ നോക്കി നമ്മൾ പയ്യെ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മളിത് ഇവിടോട്ട് ചൂണ്ട ഇടാനുള്ള നോർത്ത് ഇരിക്കുക. നമ്മളിന്ന് വള്ളത്തേലാണ്. അപ്പം ആദ്യം മീനെടുക്കാനായിട്ട് നമ്മൾ അഞ്ചാറ് തീറ്റയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിടുക. അപ്പം നമുക്കിനി നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ നമ്മൾ എങ്ങനെ ചൂണ്ട കിട്ടുന്നതെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണിച്ചു തരാതെ. ഈ നൂല് വന്നിട്ട് ഇത് കാണാം, ഒരു നൈസ് നൂലാണ്. ഈ നൂല് 28 നമ്പർ നൂലാണ്. കണ്ടോ, തീരെ നൈസാണ്. വെള്ളത്തിൽ കിടന്ന കറിയത്തേ ഇല്ല. അപ്പം നമ്മുടെ ചൂണ്ട വന്നിട്ട് ഇത് 15 നമ്പർ ചൂണ്ടയാണ്. 15ഉം 16ഉം ഉപയോഗിക്കാം. ഇത് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മൾ 15 നമ്പറാണ്. കണ്ടോ. അപ്പോൾ ഇനി ഇത് കിട്ടുന്നത് കാണിച്ചു തരാവേ. നമ്മൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. ചൂണ്ട പല രീതിയിൽ കെട്ടാം. അപ്പോൾ നമ്മൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരക്കി അതിന് ശേഷം ഇങ്ങനെ ചൂണ്ട തിരിച്ച് വെച്ചു. പിന്നെ ഇങ്ങനെ വെച്ച് എന്നിട്ട് ഈ തുമ്പ് കൊണ്ട് 2-3 ചുറ്റിയാൽ മതി. കാരണം അധികം ചുറ്റിയാലും ചിലപ്പം ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, 3 ഒരു ചുറ്റും കൂടെ നമുക്ക് ചുറ്റാം. 4. അതിന് ശേഷം നമ്മൾ ഇത് പോകാതെ ഇതിനകത്ത് കൂടെ കയറ്റുക. എന്താ, നമ്മുടെ ഈ മടക്കി വെച്ചിട്ട് ഇതിനകത്ത് കൂടെ കയറ്റിയിട്ട് വലിക്കുക. ഇത്ര കൂടെ സംഭവം ഇതുണ്ടോ. ഇതാണ് നമ്മൾ ചൂണ്ട കിട്ടുന്നത്. കണ്ടോ. ഇനി ഇവിടെ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. ശരിക്കും മുറുകട്ടെ. ഓക്കെ, കണ്ടോ. ഇനി നമ്മളിവിടെ മുറിച്ച് കളയുക. ഉണ്ടോ, നമ്മൾ ചൂണ്ട കിട്ടുമ്പോൾ ഇത് കണ്ടോ, നേരെ കിടക്കും. അപ്പോൾ നമുക്ക് പയ്യെ തുടങ്ങാം. കണ്ട, ചൂണ്ടയുടെ തുമ്പ്, അതായത് നാക്ക് ഒന്നും വെളിയിൽ പോകരുത്, അകത്ത് തന്നെ ഇരിക്കണം. കണ്ട, ഇത് കൊത്തുന്നുണ്ട് ചെറുതായിട്ടൊന്നും കൊണ്ടണ്ട.
കുത്തി വെച്ചിട്ട് ഉണ്ട് നമ്മുടെ സാധനം വന്നത്. കണ്ട സംഭവം. അതെ നമുക്ക് കിട്ടിയ സാധനം ഇപ്പം കുറച്ച് സാധനമാണ്. കണ്ടോ ഉണ്ട്. ഓ കന്ന് പാളുവാണ്. കുരുവായോ? കുരുവ മുഴുത്ത കുരുവ. എന്നാ കുരുവാണ്? നല്ല സൈസ് മുഴുത്ത. കണ്ടോ ഉണ്ട്. അതുണ്ട്. കരിമീനാണ്. കരിമ്പളത്തിയാണത്. കരിമ്പളത്തിയാണ്. എല്ലാം കണ്ടോ കണ്ടോ? അടിപൊളി സാധനം കണ്ടോ? ഉണ്ട്. അത് പരലാണോ? നല്ല കരിമീനകത്ത് അടിപൊളി സാധനം. ഇത് കണ്ടോ?
എടുത്ത് കാണിച്ചു തരാം. നല്ല സാധനമാണ്. അത് തന്നെ പിടിച്ചോട്ടെ. ഇത് കണ്ടോ, എൻ്റെ കൈ ഫുള്ളുണ്ട്. വേണ്ട, അടിപൊളി സാധനമാണ് കിട്ടിയിരിക്കുന്നത്. വളരെ മുഴുത്ത സാധനമാണത്. നല്ല സാധനമാണ്, നല്ല സാധനമാണ്. അപ്പാ മുമ്പേ കിട്ടും ഇതേ മോഡൽ സാധനമാണ്. ഉണ്ടോ? കൂട്ടുകാർ, നമ്മളിത് ചൂണ്ടകടിയിൽ നിർത്തി. നമുക്ക് അധികം മീൻ കിട്ടിയില്ല, എന്നാലും 3-4 കിട്ടി. അത് കുഴപ്പമില്ല സാധനം, നല്ല സാധനമാണ്. നല്ല സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ള സാധനം, മുഴുത്ത സാധനമാണ്. 1 കിലോയുടെ അടുത്ത് വരും. എല്ലാം കൂടെ 1 കിലോയുടെ മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ കാണിച്ചു തരാം. നേരെ സന്ധ്യ ഇല്ലാതെ കിടായിരുന്നു. വീട്ടിൽ ചെന്നിട്ടുണ്ട്. നല്ല വെള്ളത്തിൽ ഇട്ട് കുറഞ്ഞാലേ ചിലപ്പോൾ ഇതുണ്ടോ, എല്ലാം നല്ല സാധനമാണ് കിടക്കുന്നത്. ഇതുണ്ടോ, 1 കിലോ മുകളിലുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഞാൻ കുറഞ്ഞ് കാണിക്കാം. നമുക്ക് ഇതെല്ലാം ഊരിട്ടെ കൂട്ടുകാരെ. അപ്പം നമുക്ക് കിട്ടിയ കരിമീനാണ്. കണ്ടോ, ഇതെല്ലാം നല്ല മുഴുത്ത സാധനമാണ്. നമ്മളിപ്പം തന്നെ നമ്മൾ കൊടുത്തേച്ചത് കണ്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.